അതിനു മുമ്പ് ഉള്ള 2 ഞായറാഴ്ചകൾ വാങ്ങിപ്പോയവരെ നാം ഓർക്കുകയാണ്. പലപ്പോഴും സാധാരണഗതിയിൽ സഭ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരാശയം, സഭ എന്ന് പറയുന്നത് കാതോലിക്ക ബാവായും പിതാക്കന്മാരും അല്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ജീവിച്ചിരിക്കുന്നവരുടെ ഒരു സമൂഹം മാത്രമാണ്. എന്നാൽ നമ്മുടെ സഭയുടെ ഏറ്റവും ആഴമായ വിശ്വാസം, ഏറ്റവും ശക്തമായ പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും ശക്തമായ സന്ദേശം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ശക്തരും സജീവവുമായ ഒരു ഭാഗം, ഒരു സമൂഹം പരിശുദ്ധ സഭയ്ക്കുണ്ട്. അതാണ് വാങ്ങിപ്പോയവർ എന്ന് പറയുന്നത്. വിസിബിൾ ചർച്ച്, കാണപ്പെടുന്ന ഭൗതിക സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറവും ശ്രേഷ്ഠവും വിശുദ്ധവുമായ ഒരു സമൂഹമാണ് ദ ഇൻവിസിബിൾ ചർച്ച്, അദൃശ്യ സഭ. അപ്പം സാധാരണഗതിയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 25 ലക്ഷം, 25 lakhs or 20 or 30 എന്ന് നമ്മൾ പറയും. എന്നാൽ അതിന്റെ ആഴമായ അർത്ഥത്തിൽ അത് തെറ്റാണ്. പരിശുദ്ധ സഭ എന്ന് പറയുന്നത് ആദം മുതൽ പ്രവാചകന്മാർ തുടങ്ങി, ന്യായാധിപന്മാർ തുടങ്ങി, കർത്തൃശിഷ്യന്മാരിലൂടെ പരിശുദ്ധ പരിമല തിരുമേനിയും പാപ്പാടി തിരുമേനിയും പരിശുദ്ധ പിതാക്കന്മാരും പരിശുദ്ധ കന്യകമർത്ത മറിയാം അമ്മയും, ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേരുന്ന, അതോടൊപ്പം ഞാനും നിങ്ങളും കൂടെ ചേരുമ്പോൾ ഉള്ള ഒരു സജീവ ശ്രേഷ്ഠമായ ഒരു സഭയാണ് പരിശുദ്ധ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് നമ്മൾ ഓർക്കണം, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ജീവിതം, അതിന് ദൈവം പരിമിതി നിശ്ചയിച്ചിട്ടുണ്ട്. ലിമിറ്റ്. പക്ഷേ പരിമിതിയില്ലാത്ത അനന്തമായ ഒരു ജീവിതമാണ് ദൈവവുമായി വാങ്ങിപ്പോയതിനു ശേഷമുള്ള നമ്മുടെ ജീവിതം. earthly life and eternal life. നമ്മളിപ്പോഴും കേൾക്കുന്ന eternal life, നിത്യജീവിതം, അനശ്വരമായ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: മനുഷ്യന്റെ ആയുസ്സിന് പരിമിതി നിർണയിക്കുകയും മരണം മുഖേന അതിനെ അഴിച്ചു മായ്ച്ചു കളയുകയും അനശ്വരവും അക്ഷയവുമായ ജീവിതത്തിലേക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതുമായ കർത്താവേ എന്നൊരു പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ, God who put a limit to human life and dissolves and abolishes it by death, and who calls and raises to immortal and eternal life. മനുഷ്യന്റെ ഇഹലോക ജീവിതത്തിന് there is a limit. അപ്പൊ ആ ലിമിറ്റ് ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? By death God dissolves that limit. മരണം മുഖേന മനുഷ്യന്റെ ആയുസ്സിനെ, അതിന്റെ പരിധിയെ ദൈവം മായിച്ചിട്ട് അനശ്വരമായ ജീവിതത്തിലേക്ക് പോകുന്നു. അപ്പൊ ഈ ലോക ജീവിതത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠവും അനശ്വരവുമായ ഒരു ജീവിതമാണ് ദൈവത്തോട് ഒപ്പമുള്ള ജീവിതം. അപ്പൊ അങ്ങനെ ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിലായിരിക്കുന്നവരാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ, നമ്മുടെ പേരൻസ്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, വാങ്ങിപ്പോയ എല്ലാവരും. അപ്പൊ അവര് സജീവരായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ ദിവസം എല്ലാ ആരാധനകളിലും നമ്മൾ അവരെ ഓർക്കുന്നുണ്ടെങ്കിലും ഒരു പ്രത്യേകമായ ദിവസം, പ്രത്യേകിച്ച് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഈ ദിവസം അവരുടെ ഓർമ്മയെ കുറച്ചുകൂടെ ശ്രേഷ്ഠമാക്കുവാൻ, ആ ഓർമ്മയിൽ കുറച്ചുകൂടെ ശക്തരാകുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുക. പരിശുദ്ധനായ പരിമല തിരുമേനിയോട്, പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയോട്, അല്ലെങ്കിൽ നമ്മുടെ സഭാ പരിശുദ്ധന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കണം. അവരോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വാങ്ങിപ്പോയ എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട്, എൻ്റെ മക്കളോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. പരിമല തിരുമേനിയോട് മധ്യസ്ഥത അപേക്ഷിക്കുന്നത് പോലെ തന്നെ എന്റെയും നിങ്ങളുടെയും
പ്രിയപ്പെട്ടവർ, മാതാപിതാക്കന്മാർ, അവരോടും അതേ അർത്ഥത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയണം. തീർച്ചയായിട്ടും നമുക്കറിയാം, എന്റെ അപ്പൻ പരുമല തിരുമേനിയെ പോലെ വിശുദ്ധനായിരുന്നില്ല. എന്റെ അമ്മ കന്യക മർത്തമറിയ അമ്മയെ പോലെ വിശുദ്ധയായിരുന്നില്ല. എന്റെ മക്കൾ സ്തേഫാനോ സഹദായെ പോലെ ദൈവസന്നിധിയിൽ വിശുദ്ധനായ മക്കളായിരുന്നില്ല. എങ്കിലും പരിശുദ്ധ സഭ ഓരോ വിശ്വാസിക്ക് നൽകുന്ന പ്രിവിലേജസ് ഉണ്ട്. എന്തുകൊണ്ടാണ് പരുമല തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അവരോടും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? ഒന്നാമത്, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. രണ്ട്, നമ്മളെല്ലാവരും we are sealed with the sign of holy baptism. പരിശുദ്ധ മാമോദീസയുടെ റോഷ്മയാൽ മുദ്രയിടപ്പെട്ടവരാണ്. മൂന്ന്, we participate in the body and living blood of our Lord Jesus Christ. നാല്, they finished their life in his faith. നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. എന്റെ മുഖത്തോട്ട് നോക്കിയാൽ ദൈവത്തെ കാണും, നിങ്ങളുടെ മുഖത്തോട്ട് നോക്കിയാൽ ദൈവത്തെ കാണും. കാരണം നിങ്ങളുടെ മുഖമാണ് ദൈവത്തിന്, നിങ്ങളുടെ സ്വരൂപമാണ് ദൈവത്തിന്. അപ്പം സൗന്ദര്യമുള്ളതും സൗന്ദര്യമില്ലാത്തതും ആരോഗ്യമുള്ളതും ആരോഗ്യമില്ലാത്തതും എല്ലാം ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമാണ്. അപ്പൊ അതുകൊണ്ട് വാങ്ങിപ്പോയവർ ദൈവത്തിന്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരോട് നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്, പരിശുദ്ധ മാമോദീസായുടെ റോഷ്മയാൽ ഞാനും നിങ്ങളും മുദ്രയിടപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. മൂന്ന്, നാം കർത്താവിന്റെ ജീവനുള്ള ശരീരവും തിരുരക്തവും പാനം ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? കർത്താവ് വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ജീവനുള്ള ശരീരം, ജീവനുള്ള രക്തം എന്റെ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. മൂന്നാമത്, ആ പ്രാർത്ഥനയുടെ അവസാനം പറയുന്നത്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചവരാണ്. അപ്പൊ ഈ നാല് കാര്യങ്ങൾ കൊണ്ട് വാങ്ങിപ്പോയവരും എന്റെ അപ്പനും അമ്മയും എന്റെ ബന്ധുക്കളും എന്റെ പ്രിയപ്പെട്ടവരെല്ലാം പരുമല തിരുമേനിയെ പോലെ അവരുടെ അടുക്കിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ സ്വർഗീയ ആരാധനകളിലും ഇവർ കടന്നു വരുന്നുണ്ട്. അപ്പൊ ജീവനുള്ള കുറച്ചുപേർ ചേർന്നല്ല വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ വാങ്ങിപ്പോയ മുഴുവൻ പിതാക്കന്മാരുടെയും സാന്നിധ്യം നമുക്കുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെ നാം ഓർക്കണം. അവർ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അവര് ഈ ആരാധനയിൽ നമ്മോടൊപ്പമുണ്ട്. എന്റെ അടുത്ത് എന്റെ അപ്പൻ നിൽക്കുന്നു, എന്റെ അമ്മ നിൽക്കുന്നു, എന്റെ മക്കൾ നിൽക്കുന്നു, എന്റെ സഹോദരങ്ങൾ നിൽക്കുന്നു. അവരോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അതുകൊണ്ട് അവർ സ്വർഗീയമായ ആരാധനയാണ് ഓർത്തഡോക്സ് സഭയുടെ ആരാധന. ഈ സ്വർഗീയ ആരാധനയിൽ അദൃശ്യമായ സാന്നിധ്യം, ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഈ വാങ്ങിപ്പോയ ആത്മാക്കൾ എല്ലാവരും സജീവരായിട്ടുണ്ട്. നാം കാണിക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട്, നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ആരാധനയിൽ നമ്മോടൊപ്പം പ്രതിവാക്യങ്ങളും ഗാനങ്ങളുമായി ഈ ആരാധനയിൽ പങ്കുചേരുന്നു. അതുകൊണ്ട് സ്വർഗീയമായ ആരാധനയിൽ നമ്മുടെ പിതാക്കന്മാരുടെ സാന്നിധ്യം, അവരുടെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് ഈ വിശുദ്ധ ദിവസം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ ഓർമ്മയിൽ നമുക്കിന്ന് ദൈവത്തെ പ്രത്യേകമായ ഒരു ആരാധനയിലേക്ക് നമുക്ക് ഒരുങ്ങാം. അങ്ങനെ സകല വിശ്വാസികളായ വാങ്ങിപ്പോരുടെയും ആത്മാക്കൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും പരസ്പരം പ്രാർത്ഥനാ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദിവസം പൂർണ്ണമായി അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് ഈ ആരാധനയിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ അനുഗ്രഹിക്കും.